നമസ്കാരം. വാരഫലത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ ആഴ്ചത്തെ വാരഫലത്തിൽ ആദ്യം മേടം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന അശ്വതി, ഭരണി, കാർത്തിക ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു വാരത്തിൽ നിങ്ങൾ ഏറ്റെടുക്കുന്ന കർമ്മത്തിൽ വിജയം കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു വാരം തന്നെയായിരിക്കും. നിങ്ങൾ എന്ത് ജോലിയിലാണോ ഏർപ്പെടുന്നത് ആ ജോലിയിൽ നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകുക, അതിലൊരുപാട് ലാഭങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുക, അതിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന മേഖലയിൽ നിങ്ങളുടെ കർമ്മരംഗത്ത് കൊണ്ടുപോയി എത്തിക്കുവാൻ സാധിക്കുന്ന ഒരു വാരം തന്നെയാണ്. കൂടാതെ അതിനോടൊപ്പം തന്നെ സാമ്പത്തികപരമായിട്ടൊരു നേട്ടവും നിങ്ങൾക്ക് കൈവരിക്കുവാൻ സാധിക്കും. സാമ്പത്തികപരമായി നിങ്ങൾക്ക് ബിസിനസ് ചെയ്യുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ ബിസിനസ്സിന് നേട്ടം കൈവരിക്കുവാൻ സാധിക്കും. കൂടാതെ നിങ്ങൾ നിത്യവും ജോലി ചെയ്യുന്ന ജോലി ചെയ്യുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിത്യവും ജോലി ഉണ്ടാകുക. കൂടാതെ നിങ്ങൾക്ക് പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ജോലി ഉണ്ടാകുക. ഇങ്ങനെ അതിൽ നിന്നും ലാഭമുണ്ടാകുക, ധാരാളം ധനം ജീവിതത്തിൽ വന്നു ചേരും. ഇങ്ങനെയൊക്കെ ഒരുപാട് ഗുണപരമായ അനുഭവങ്ങൾ ഈ വാരം നിങ്ങളെ തേടിയെത്തുക തന്നെ ചെയ്യും. കുടുംബ സ്വത്തിൻ്റെ പേരിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഇതിനു വേണ്ടി സംസാരം കുടുംബത്തിലുണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ ഒന്ന് സമാധാനം കൈവരിക്കേണ്ടതും കൂടാതെ അതിനുവേണ്ടി അനാവശ്യ സംസാരങ്ങൾ ഒഴിവാക്കേണ്ടതുമെല്ലാം നല്ലതാണ്. കാരണം ഒരു സാമ്പത്തിക വിഷയത്തിൻ്റെ പേരിൽ കുടുംബത്തിലെ സഹോദരങ്ങൾ തമ്മിലോ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ബന്ധുക്കൾ തമ്മിലോ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ വരുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ മേടം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന അശ്വതി, ഭരണി നക്ഷത്രക്കാർ കുടുംബ സംബന്ധമായ സ്വത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ സാമ്പത്തികത്തിൻ്റെ പേരിലോ അഭിപ്രായങ്ങൾ വരാതിരിക്കുവാൻ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൂടെയൊക്കെ ഈ ഒരു വാരം മുന്നോട്ട് പോകുന്നത് നല്ലത് തന്നെയായിരിക്കും. നിങ്ങൾ ഗണപതി ഭഗവാനെ ഈ ഒരു വാരത്തിൽ പ്രാർത്ഥിക്കുകയും ക്ഷേത്ര ദർശനം നടത്തുകയും ഭഗവാന്റെ ഒരു നാളികേരമെല്ലാം അടച്ച് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. ഇടവൻ രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന കാർത്തിക, രോഹിണി, മകയിരം ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു വാരത്തിൽ നിങ്ങൾക്ക് വിവാഹ സംബന്ധമായി എന്തെങ്കിലും ആലോചനകളായി മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഒരു വിവാഹത്തിൻ്റെ എത്തിച്ചേരുവാനുള്ള ഒരു അവസരം ഉണ്ടാകുക, അല്ലെങ്കിൽ അതിനോട് ഒരു നിശ്ചയത്തിലോട്ട് എത്തുകയോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആലോചനകൾ വരികയോ അതിൽ നല്ല പൊരുത്തം കിട്ടുകയോ ഇങ്ങനെയൊക്കെ വരാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന സമയമാണ്. അതുപോലെ തന്നെ പ്രണയിക്കുന്ന വ്യക്തികൾക്കും അവരുടെ പ്രണയമെല്ലാം സഫലമാകുകയും അല്ലെങ്കിൽ പ്രണയിക്കുന്ന വ്യക്തികൾ അവർ തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമായി പിണങ്ങിയിരിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ അതെല്ലാം മാറുവാനും ഒരുമിച്ച് പ്രണയത്തോടു കൂടിയില്ല സന്തോഷമായിട്ട് പോകുവാനും സാധിക്കുന്ന സമയമാണ്. ഈ ഒരു വാരത്തിൽ ഇടവൻ രാശിക്കാർ സംസാരം വളരെയധികം ശ്രദ്ധിക്കേണ്ടത് നല്ലതാണ്. കാരണം സംസാരത്തിലൂടെ ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ സംസാരം മൂലം നിങ്ങളുടെ സുഹൃത്തുക്കൾ തന്നെ നിങ്ങളുടെ ശത്രുക്കളായി മാറുക, കുടുംബത്തിനുള്ളിൽ നിങ്ങളുടെ സംസാരം മൂലം അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക, നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ സംസാരം മൂലം തന്നെ പല പ്രശ്നങ്ങളും ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് സംസാരത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം നിയന്ത്രണം കൈവരിക്കേണ്ട സമയം തന്നെയാണ് ഈ ഒരു വാരം. കൂടാതെ മറ്റുള്ളവർ സംസാരിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിൽ കയറി നിങ്ങൾ അഭിപ്രായം പറയാതിരിക്കുന്നത് എല്ലാം വളരെ നല്ലത് തന്നെയായിരിക്കും. നിങ്ങൾക്കിതുമൂലം ഒരുപാട് നഷ്ടങ്ങൾ അല്ലെങ്കിൽ നിങ്ങളെ ഒരുപാട് മോശമായ രീതിയിൽ പറയാനും സാധ്യത വളരെ കൂടുതലാണ്. ജോലി സ്ഥലത്തായാലും ശരി, ബിസിനസ് രംഗത്തായാലും ശരി, നിങ്ങൾ ഒരു എക്സിക്യൂട്ടീവ് ആണെങ്കിലും നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ഓരോ വാക്കുകളും പറഞ്ഞ് മുന്നോട്ട് പോവുക. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് എന്തെങ്കിലും നെഗറ്റീവായ അനുഭവങ്ങൾ ഈ ഒരു വാരത്തിൽ വരുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന സമയമാണ്. ഈ ഒരു വാരത്തിൽ നിങ്ങൾ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക, ഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും എല്ലാം ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. മിഥുനം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന മകയിരം, തിരുവാതിര, പുണർദം ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു വാരത്തിൽ നിങ്ങളുടെ ആരോഗ്യപരമായി നിങ്ങൾക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ മാറുവാൻ സാധ്യത വളരെ കൂടുതലാണ്. കഴിഞ്ഞ വാരങ്ങളിലെല്ലാം എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള അസുഖങ്ങൾ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം ഒന്ന് സുഖം പ്രാപിച്ച് വരുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. അപ്പോൾ ആരോഗ്യ കാര്യങ്ങൾ കുറച്ചും കൂടി ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോയാൽ നല്ല രീതിയിൽ ഈ ഒരു വാരം തന്നെ നിങ്ങൾക്ക് കടന്നു പോകുവാൻ സാധിക്കും. എന്നിരുന്നാലും നിങ്ങൾക്ക് ശാരീരികമായിട്ട് ശാരീരിക ഭംഗി കൂട്ടുന്നതിന് വേണ്ടി ധനം ചിലവാക്കുന്ന വ്യക്തികളായിരിക്കും നിങ്ങൾ. ഈ ഒരു വാരത്തിൽ അതിനുവേണ്ടി കൂടുതൽ ധനം ചിലവാക്കുക, അല്ലെങ്കിൽ
നിങ്ങൾ പുരുഷന്മാരാണെന്നുണ്ടെങ്കിൽ എക്സസൈസിനൊക്കെ വേണ്ടി കൂടുതൽ സമയം കണ്ടെത്തുക, അതിനുവേണ്ടി ധനം ചിലവാക്കുക, അതിനൊരു താല്പര്യം നിങ്ങൾക്ക് വരിക, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരും. എന്നാൽ അതിനോടൊപ്പം തന്നെ ഇതിനുവേണ്ടി നിങ്ങൾ അനാവശ്യമായി കുറേ ധനം ചിലവാക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ധനപരമായ കാര്യത്തിൽ, ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് വേണ്ടി, അതായത് സൗന്ദര്യവർദ്ധനത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ മേക്കപ്പിന് വേണ്ടി, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ അനാവശ്യമായി ചിലവാക്കുന്നതിൽ ധനം ചിലവാകാൻ സാധ്യത കൂടുതലുണ്ട്. അതൊക്കെ ഒന്ന് നിയന്ത്രിക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. കൂടാതെ നിങ്ങൾക്ക് ഈ അംഗീകാരം കിട്ടും എന്ന് കരുതിയിരുന്ന സ്ഥലങ്ങളിൽ അത് കിട്ടാതെ പോകുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം പ്രതീക്ഷിക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക. നിങ്ങൾ പ്രതീക്ഷിക്കുന്നിടത്ത് നിങ്ങൾക്ക് അംഗീകാരം കിട്ടാതെ വിഷമിക്കേണ്ട ഒരവസ്ഥയും ഈ ഒരു വാരത്തിൽ വരുവാൻ സാധ്യതയുണ്ട്. അതൊക്കെ അതായത് നമ്മൾ സ്വപ്നം കാണുമ്പോൾ വളരെ കുറച്ച് കാണുന്നത് നല്ലതായിരിക്കും. കാരണം ഈ ഒരു വാരത്തിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ ഒരു പൂണി, അതായത് സ്വപ്നങ്ങളെല്ലാം സത്യമാകുവാൻ സാധ്യത വളരെ കുറവായ ഒരു വാരം തന്നെയാണ്. നിങ്ങൾ ശിവക്ഷേത്ര ദർശനം നടത്തുക. ശിവക്ഷേത്ര ദർശനം നടത്തി ഭഗവാനെ പ്രാർത്ഥിക്കുകയും അവൻ്റെ നാമമെല്ലാം ജപിക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. കർക്കിടകൻ രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന പുണർദം, പൂയം, ആയില്യം ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു വാരത്തിൽ നിങ്ങൾ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ എല്ലാം ജയം കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു വാരം തന്നെയാണ്. നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ വിജയം നിങ്ങളുടെ ജീവിതത്തിൽ കൈവരിക്കുവാൻ സാധിക്കും. അതിപ്പോൾ വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസ രംഗത്ത് നിങ്ങൾക്ക് മറ്റുള്ളവർ നിങ്ങൾ വച്ചിരിക്കുന്ന പ്രതീക്ഷ, ആ പ്രതീക്ഷയ്ക്ക് ഒപ്പം തന്നെ നിങ്ങൾക്ക് പ്രവർത്തിക്കുവാനും അല്ലെങ്കിൽ വിജയം കണ്ടെത്തുവാനും സന്തോഷകരമായി നിങ്ങൾക്ക് വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാനും എല്ലാം സാധിക്കുന്ന മനോഹരമായ ഒരു വാരം തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പുതിയ പുതിയ വിഷയത്തിലോട്ട് പഠനമോ അല്ലെങ്കിൽ കലാകായിക രംഗത്ത് പ്രവേശിക്കുവാനുള്ള അല്ലെങ്കിൽ അതിൽ താല്പര്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇതിൽ വിജയം കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ്. നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും വിജയം കൈവരിക്കുവാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ജീവിതത്തിൽ സുഖവും ദുഃഖവും ഒരുപോലെ കടന്നു പോകുന്ന ഒരു വാരം തന്നെയായിരിക്കും. നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്നു എന്നുണ്ടെങ്കിൽ പോലും മറ്റൊരു വിഷയത്തിൽ, അതായത് ഒരു കാര്യത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് നിങ്ങൾക്ക് നേട്ടം വരികയാണെന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് ദുഃഖം അനുഭവിക്കേണ്ടി വരും. ആരോഗ്യപരമായ കാര്യത്തിൽ ചിലപ്പോൾ ദുഃഖം അനുഭവിക്കേണ്ടി വരും. ബിസിനസ്സിൽ നേട്ടം വന്നു, സാമ്പത്തിക നേട്ടമുണ്ടായി എന്നുണ്ടെങ്കിൽ കുടുംബജീവിതത്തിൽ ചെറിയ പരാജയങ്ങൾ ഉണ്ടാകുക, അവിടെ നമുക്ക് മനസ്സുഖം കിട്ടാതെ വരിക, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ അനുഭവങ്ങൾ ജീവിതത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇതെല്ലാം ഒന്ന് നിങ്ങൾ തന്നെ മുൻകൂട്ടി കണ്ട് ഈ പ്രശ്നങ്ങൾ വരുവാൻ സാധ്യത ഉള്ളത് കൊണ്ട് ഇതെല്ലാം നേരത്തെ മുൻകൂട്ടി മനസ്സിലാക്കി അതിനുവേണ്ടി പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും. ദേവീ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ദേവിയെ പ്രാർത്ഥിക്കുകയും ദേവിക്ക് പുഷ്പാഞ്ജലിയെല്ലാം അർപ്പിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. ചിങ്ങം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന മകം, പൂരം, ഉത്രം ഈ നക്ഷത്രക്കാർക്കും ഈ ഒരു വാരത്തിൽ വിദ്യാർത്ഥികളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ വരുവാൻ സാധ്യതയുണ്ട്. ചിങ്ങൻ രാശിക്കാരിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വാരത്തിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്ന രീതിയിൽ വിജയം കൈവരിക്കുവാൻ സാധിക്കാതെ വരുന്ന ഒരു സമയം തന്നെയാണ്. അപ്പോൾ പരീക്ഷകൾ എഴുതുകയോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും അഡ്മിഷന് വേണ്ടി നിൽക്കുകയോ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധയോടുകൂടിയും ആത്മാർത്ഥമായി പഠിച്ചുകൊണ്ട് ഇറങ്ങുക. കാരണം PSC പോലുള്ള കാര്യങ്ങളിൽ ടെസ്റ്റുകൾ എഴുതുന്ന വിദ്യാർത്ഥികൾക്കും അവർക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ മാർക്ക് കിട്ടുകയോ അല്ലെങ്കിൽ വിജയത്തിൽ എത്തിച്ചേരുവാനോ സാധ്യത കുറവാണ്. നമ്മൾ കുറച്ചും കൂടി ആത്മാർത്ഥമായി നേരത്തെ പഠിച്ചുകൊണ്ടിരുന്നതിൽ നിന്നും 2 ഇരട്ടി കൂടുതലായി പഠിച്ചാൽ മാത്രമേ വിജയം കൈവരിക്കുവാൻ സാധിക്കുകയുള്ളൂ. വിദ്യാർത്ഥികൾ ഈ കലാപരമായിട്ടൊക്കെ മുന്നേറുന്ന വിദ്യാർത്ഥികൾക്കും മത്സരങ്ങൾ ഏർപ്പെടുമ്പോൾ ചെറിയ ചെറിയ ബുദ്ധിമുട്ട് വരുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ മത്സരങ്ങളും ചില വ്യക്തികൾക്ക് അവർക്ക് ഈ പരീക്ഷയ്ക്കൊക്കെ പോകാൻ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകുന്നു അല്ലെങ്കിൽ ആ സമയത്ത് അസുഖങ്ങളൊക്കെ വരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ പ്രാർത്ഥന നടത്തുക, ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക, പൂജിക്കുക, വഴിപാടുകളെല്ലാം നടത്തുക ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ മറന്നു പോകുവാനോ അല്ലെങ്കിൽ ആ സമയത്ത് അസുഖം വരുവാനോ ഇങ്ങനെയൊക്കെയുള്ള സാധ്യത വളരെ കൂടുതലായി കാണുന്ന സമയം തന്നെയാണ്. നിങ്ങളുടെ ധൈര്യപൂർവ്വമുള്ള പ്രവൃത്തി കാരണം ഒരുപാട് അംഗീകാരങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സമയം തന്നെയാണ്. എന്നിരുന്നാലും എടുത്തുചാട്ടം കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. എന്നാൽ ആവശ്യത്തിന് നിങ്ങൾക്ക് എവിടെയാണോ സംസാരിക്കേണ്ടത് അല്ലെങ്കിൽ എവിടെയാണോ പ്രവർത്തിക്കേണ്ടതെല്ലാം മനസ്സിലാക്കി ധൈര്യത്തോടു കൂടി മറ്റുള്ളവർ മാറി നിൽക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് മുന്നിൽ പോയി വർക്ക് ചെയ്യുവാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ്. അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് അംഗീകാരങ്ങളും നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. അത് ഇപ്പോൾ ജോലി സംബന്ധമായ കാര്യത്തിലായാലും ശരി, നിങ്ങൾക്ക് ആരും ചെയ്യാത്ത വർക്കുകൾ നിങ്ങൾ ഏറ്റെടുക്കുകയും ധൈര്യപൂർവ്വം അതിൽ വിജയം കൈവരിക്കുവാനും എല്ലാം സാധിക്കുന്ന സമയം തന്നെയായിരിക്കും ഈ ഒരു വാരം. ഈ കന്നിരാശിയിൽ ഉൾപ്പെട്ടു വരുന്ന ഉത്രം, അത്തം, ചിത്തിര ഈ നക്ഷത്രക്കാർക്കും ഈ ഒരു വാരത്തിൽ നിങ്ങൾക്ക് സഹോദര സഹായം ലഭിക്കുന്ന ഒരു സമയം തന്നെയാണ്. നിങ്ങളുടെ സഹോദരങ്ങളിൽ നിന്നും എന്തെങ്കിലും സഹായം, അതായത് നിങ്ങളൊരു വീട് വെച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ സാമ്പത്തികപരമായിട്ടൊരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സഹോദരനെ സഹായിക്കുക,
കൂടാതെ നിങ്ങൾക്ക് ജോലി സംബന്ധമായിട്ട് പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്ന വ്യക്തികളാണ്, നിങ്ങൾക്ക് ജോലിയില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിൽ നിങ്ങൾക്കൊരു ജോലിയൊക്കെ ലഭിക്കുവാനുള്ള സാധ്യത ഉണ്ടാകുന്നു. കൂടാതെ നിങ്ങൾക്ക് വിദ്യാഭ്യാസ രംഗത്ത് സഹോദരൻ നിന്നുള്ള ഒരു വിദ്യാഭ്യാസ, അതായത് ഒരു സഹായം നിങ്ങൾക്ക് പറഞ്ഞു തരികയും അല്ലെങ്കിൽ നിങ്ങളുടെ സഹായിക്കുമെല്ലാം ചെയ്യുന്ന ഒരു സമയം തന്നെയായിരിക്കും. സഹോദരൻ നിന്നും ഏതായാലും നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ്. ഇന്ന് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളിലെല്ലാം നിങ്ങളെ സഹായിക്കുന്ന ഒരു വ്യക്തി തന്നെയായിരിക്കും നിങ്ങളുടെ സഹോദരൻ. ഈ ഒരു വാരം സഹോദരൻ നിന്നുമെല്ലാം നല്ലൊരു നേട്ടം നിങ്ങൾക്ക് പ്രതീക്ഷിക്കുക തന്നെ ചെയ്യാം. കൂടാതെ പരാക്രമശീലം ഒന്നൊഴിവാക്കുന്നത് നല്ലതായിരിക്കും. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ രീതിയിലുള്ള ഒരു വിഷമം മനസ്സിൽ വന്നു കഴിഞ്ഞാൽ ആ ഒരു ദുഃഖം മനസ്സിൽ വച്ചിരിക്കാതെ അത് മറ്റു വ്യക്തികളുടെ അടുക്കിലേക്ക് നിങ്ങളുടെ കോപം പ്രകടിപ്പിക്കുകയും അതുമൂലം ആ വ്യക്തിയും കൂടി നിങ്ങളോട് ദേഷ്യപ്പെടുകയോ അല്ലെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് അഭിപ്രായ വ്യത്യാസമുണ്ടാകുകയോ പിണക്കത്തിലാകുകയോ ശത്രുതയിലാകുവാനുള്ള സാധ്യത കൂടുതലാണ്. എടുത്തുചാട്ടവും അല്ലെങ്കിൽ അനാവശ്യമായ സംസാരവും എല്ലാം ഒഴിവാക്കേണ്ട ഒരു വാരം തന്നെയാണ്. അങ്ങനെ മുന്നോട്ട് പോയാൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ പലതും നമുക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ ഈ ഒരു വാരത്തിൽ നിങ്ങൾ മുരുകസ്വാമി, അതായത് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുക, ഭഗവാനെ പ്രാർത്ഥിക്കുക, പൂജിക്കുക, ഭഗവാന് വഴിപാടുകളും പുഷ്പാഞ്ജലിയും നടത്തി പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. തുലാം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന ചിത്തിര, ചോതി, വിശാഖം ഈ നക്ഷത്രക്കാർക്ക് നിങ്ങൾക്ക് മാതാവിൽ നിന്നോ അല്ലെങ്കിൽ അമ്മാവിൽ നിന്നോ ദുഃഖങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ എത്ര തന്നെ നല്ല കാര്യം ചെയ്താലും നിങ്ങൾക്കൊരു അംഗീകാരം ലഭിക്കാതെ വരിക, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിനൊരു വിലയില്ലാതെ വരിക, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ പുറത്തറിയാതെ വരുന്ന ഒരവസ്ഥ, ഇതൊക്കെയാണ് ഉണ്ടാകാൻ സാധ്യത. കുടുംബത്തിനുള്ളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ, അതായത് ഫാമിലിയായിട്ട് കഴിയുന്ന വ്യക്തികൾ തമ്മിൽ മാതാവിൽ നിന്നുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മാതാവിൽ നിന്നുള്ള സംസാരം കാരണം പല പ്രശ്നങ്ങളും വീട്ടിലുണ്ടാകാൻ സാധ്യതയുണ്ട്. മാതാവുമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. വളരെ സൂക്ഷിക്കുക. സംസാരവും പ്രവൃത്തിയും എല്ലാം കുടുംബത്തിനുള്ളിൽ വളരെ സൂക്ഷിച്ച് മുന്നോട്ട് പോകുന്നത് നല്ലത് തന്നെയായിരിക്കും. ബന്ധുക്കളുടെയും കൂട്ടുകാരുടെയും സഹായത്താൽ ചെറിയ കടബാധ്യതകൾ തീർക്കുവാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ്. ചെറിയ രീതിയിലുള്ള കടബാധ്യത നിങ്ങൾക്ക് പറ്റുന്നില്ല, അല്ലെങ്കിൽ അത് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ സഹായത്താൽ നിങ്ങൾക്കത് കടബാധ്യത വീട്ടുവാൻ സാധിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ അതിൽ നിന്നുമെല്ലാം ഒരു മോചിതനാവാൻ സാധിക്കുക. ജോലി സംബന്ധമായിട്ട് ഒരു നേട്ടമുണ്ടാകുക, ബിസിനസ് സംബന്ധമായിട്ട് ഇപ്പോൾ പുതിയ ബ്രാഞ്ചുകളെല്ലാം തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ അവരുടെ സഹായത്തോടു കൂടി നിങ്ങൾക്കിതെല്ലാം നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു വാരം തന്നെയായിരിക്കും. ഈ വാരത്തിൽ നിങ്ങൾ അയ്യപ്പ സ്വാമിയെ പ്രാർത്ഥിക്കുക, പൂജിക്കുക, ഭഗവാന് ശനിയാഴ്ച ദിവസങ്ങളെല്ലാം ദർശനം നടത്തുകയും പുഷ്പാഞ്ജലി അർപ്പിക്കുകയും നീരാഞ്ജനം കഴിപ്പിക്കുകയും എല്ലാം ചെയ്തു കഴിഞ്ഞാൽ തടസ്സങ്ങളും ദോഷങ്ങളും മാറി നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കും. വൃശ്ചികൻ രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന വിശാഖം, അനിഴം, തൃക്കേട്ട ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു വാരത്തിൽ വാഹന സംബന്ധമായി ഒരുപാട് ലാഭം കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു വാരം തന്നെയാണ്. അതായത് നിങ്ങൾ വാഹന സംബന്ധമായി ബിസിനസ് ചെയ്യുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധിക്കും. എന്നാൽ ആ മേഖലയിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് പുരോഗതി ഉണ്ടാകും. ഇപ്പോൾ ഷോറൂം പോലുള്ള സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് അവരുടെ ടാർഗറ്റുകൾ അച്ചീവ് ചെയ്യുവാനും വിജയത്തിലെത്തിച്ചേരുവാനും സാധിക്കുന്ന ഒരു വാരം തന്നെയായിരിക്കും. വാഹന സംബന്ധമായി ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു വാരം തന്നെയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായി ജോലി ചെയ്തോളൂ. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും അപ്പുറം വലിയൊരു മേഖലയിൽ നിങ്ങൾക്ക് എത്തുവാൻ സാധിക്കും. മറ്റൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു വാരത്തിൽ കാർഷിക മേഖലയിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികൾ അല്ലെങ്കിൽ കൃഷി ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മോശമായ ഒരു വാരം തന്നെയായിരിക്കും. നിങ്ങൾക്കതിൽ നഷ്ടങ്ങൾ വരുവാനോ അല്ലെങ്കിൽ നിങ്ങളെ കൃഷി നശിക്കുവാനോ അതിൽ നിന്നും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ലാഭം കിട്ടാതെ വരികയോ അതിൽ മാനസികപരമായ ദുഃഖമുണ്ടാകുക, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകുക, കടങ്ങൾ വരിക, ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ വരുവാൻ സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. അപ്പോൾ ഈ രാശിയിൽപ്പെട്ട വ്യക്തികൾ കാർഷിക മേഖലയിൽ വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ആത്മാർത്ഥമായി ശ്രദ്ധിക്കുക. നഷ്ടം വരാത്ത രീതിയിൽ നിങ്ങളുടെ ആ ഒരു ബിസിനസ്സിനെയോ അല്ലെങ്കിൽ കൃഷിയെയോ ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. ഈ ഒരു വാരത്തിൽ നിങ്ങൾ നരസിംഹസ്വാമിയെ പ്രാർത്ഥിക്കുകയും ഭഗവാന്റെ നാമം ജപിക്കുകയും ഭഗവാൻ വഴിപാടുകളെല്ലാം അർപ്പിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. ധനുരാശിയിൽ ഉൾപ്പെട്ടു വരുന്ന മൂലം, പൂരാടം, ഉത്രാടം ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു വാരത്തിൽ നിങ്ങൾക്ക് വീട്ടിൽ
അതിൽ വീട്ടുപകരണങ്ങൾ പെട്ടെന്ന് അതിന് കേടുപാടുകൾ സംഭവിക്കുക, അതിൽ നിങ്ങൾക്ക് അത് പുതിയത് വാങ്ങുവാൻ വേണ്ടിയോ അല്ലെങ്കിൽ അതിനെ മെയിൻ്റെനൻസ് ചെയ്യാൻ വേണ്ടിയോ നിങ്ങൾക്ക് ഒരുപാട് ധനം ചിലവാക്കേണ്ട ഒരു സമയം തന്നെയായിരിക്കും. കൂടാതെ വീട് മെയിൻ്റെനൻസ് ചെയ്യുന്നതിന് വേണ്ടിയും വാഹനം മെയിൻ്റെനൻസ് ചെയ്യുന്നതിന് വേണ്ടിയെല്ലാം ഒരുപാട് ധനം ചിലവാക്കേണ്ടി വരുന്ന ഒരു വാരം തന്നെയാണ്. അപ്പോൾ ഈ ഒരു വാരത്തിൽ നിങ്ങൾ ഇങ്ങനത്തെ അധിക ചിലവുകൾ വരുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകേണ്ടതാണ്. വീട്ട് ചിലവുകൾ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യുന്നതിൽ നിന്നും വിപരീതമായി സംഭവിക്കുകയാണ് ഈ ഒരു വാരത്തിൽ കാണുന്നത്. അപ്പോൾ അതെല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുക. പ്രത്യേകിച്ച് ഈ രാശിയിൽപ്പെട്ട സ്ത്രീകളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കായിരിക്കും കൂടുതലും ചിലവുകൾ വരുവാൻ സാധ്യത. അപ്പോൾ നിങ്ങളുടെ ചിലവിൻ്റെ കാര്യത്തിലെല്ലാം ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കുക. നിങ്ങൾക്കും തന്നെ മനസ്സിലാകും നിങ്ങൾക്ക് ഈ ഒരു വാരത്തിൽ ചിലവുകൾ കൂടുതലായി വരുവാൻ പോകുകയാണ്. അപ്പോൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. സന്താനങ്ങളെ കൊണ്ട് ഒരുപാട് സന്തോഷങ്ങളും അതുപോലെ തന്നെ ദുഃഖങ്ങളും കൈവരിക്കുന്ന ഒരു വാരം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു മേഖലയിൽ കുഞ്ഞുങ്ങളെ കൊണ്ട് സന്തോഷം, അതായത് വിദ്യാഭ്യാസ രംഗത്ത് നോക്കുകയാണെങ്കിൽ അവർ നല്ല രീതിയിൽ പഠിക്കുന്നു, നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ള രീതിയിൽ നിങ്ങൾ സന്തോഷിച്ച് 2 ദിവസം ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ സ്വഭാവത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും വിപരീതമായ രീതിയിൽ സംഭവിക്കുക, നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വിപരീതമായി അവർ പെരുമാറുക, സംസാരിക്കുക, ചിന്തിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കുമ്പോൾ അതിൽ നമുക്കൊരു വിഷമം ഉണ്ടാകും. ഒരു ഭാഗത്ത് പോസിറ്റീവ് ഉണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ മറ്റൊരു ഭാഗത്ത് നെഗറ്റീവ് വന്നുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഈ രാശിയിൽപ്പെട്ട വ്യക്തികൾക്ക് സന്താനങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ രാശിയിൽപ്പെട്ട വ്യക്തികൾ നിങ്ങൾ വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ നല്ല രീതിയിൽ പെരുമാറുക, അല്ലെങ്കിൽ നല്ല രീതിയിൽ പെരുമാറുന്നതിന് വേണ്ടി കുഞ്ഞുങ്ങളെ ഒരു നല്ല രീതിയിൽ അത് സന്തോഷത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും അവരെ പറഞ്ഞ് മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോകേണ്ട സമയം തന്നെയാണ്. നിങ്ങൾ ഈ ഒരു വാരത്തിൽ ഭദ്രകാളി ദേവിയെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, ദേവിയെ പൂജിക്കുക, ദേവിക്ക് പുഷ്പാഞ്ജലി അർപ്പിക്കുക, വഴിപാടെല്ലാം അർപ്പിച്ച് മുന്നോട്ട് പോകുന്നതും വളരെ നല്ലത് തന്നെയായിരിക്കും. മകരൻ രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന ഉത്രാടം, തിരുവോണം, അവിട്ടം ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു വാരത്തിൽ നിങ്ങൾക്ക് വീട് സംബന്ധമായി ഒരുപാട് നേട്ടങ്ങൾ വരുവാൻ സാധ്യത കൂടുതലാണ്. അതായത് വീട് വെച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പണി വേഗത്തിൽ നടക്കുകയും അതിൽ നിന്നും നിങ്ങൾക്ക് സന്തോഷമുണ്ടാകുകയും എല്ലാം ചെയ്യുന്ന ഒരു സമയം തന്നെയായിരിക്കും. കൂടാതെ നിങ്ങൾക്ക് ആ ഒരു വസ്തു വാങ്ങുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട വസ്തു നിങ്ങൾക്ക് കിട്ടുക, അല്ലെങ്കിൽ ആ സ്ഥലത്ത് നിങ്ങൾക്ക് വീട് വയ്ക്കുവാൻ സാധിക്കുക, അതിനൊരു ആരംഭം കുറിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് നേട്ടങ്ങൾ വീടിൻ്റെയും വസ്തുവിൻ്റെ കാര്യത്തിലെല്ലാം നിങ്ങൾക്ക് വന്നു ചേരുന്ന ഒരു വാരം തന്നെയായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി ആഗ്രഹിക്കുന്ന വ്യക്തികൾ അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾ, ഇവർക്കിപ്പോൾ കെട്ടിട തൊഴിലാളികൾ, അങ്ങനത്തെ കുറേ വ്യക്തികൾക്ക് ഈ ഒരു വാരത്തിൽ ജോലികൾ കൂടുതൽ കിട്ടുക, അതായത് എല്ലാ ദിവസവും ജോലി ഉണ്ടാകുക, അതിന് ധനലാഭം ഉണ്ടാകുക, അതുപോലെ അതിൽ തന്നെ ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾക്ക് പുതിയ പുതിയ വർക്കുകൾ ഉണ്ടാകുക, ഇതിൻ്റെ കച്ചവടങ്ങൾ നടത്തുക, അതായത് ഇതിൻ്റെ ഓരോ സാധനങ്ങൾ വിൽക്കുന്ന വ്യക്തികൾക്കും അതിൻ്റെതായ കച്ചവടങ്ങൾ നടക്കുകയും ലാഭമുണ്ടാകുകയും നേട്ടങ്ങളുണ്ടാകുകയും എല്ലാം ചെയ്യുന്ന മനോഹരമായ ഒരാഴ്ച തന്നെയായിരിക്കും ഈ ഒരു വാരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പ്രവർത്തിക്കുക, ജോലി സംബന്ധമായ കാര്യങ്ങളിലെല്ലാം ആത്മാർത്ഥമായി പ്രവർത്തിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഒരു നേട്ടം കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ്. നിങ്ങളുടെ സുഹൃത്തുക്കൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. കൂടുതലും സാമ്പത്തികപരമായ കാര്യങ്ങളിലായിരിക്കും ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്നത്. അപ്പോൾ ഈ സാമ്പത്തികപരമായ വിഷയങ്ങൾ ഈ ഒരു വാരത്തിൽ സുഹൃത്തുക്കളുമായി ചർച്ച ചെയ്യുക, അല്ലെങ്കിൽ അത് കൊടുക്കുവാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു എന്നുണ്ടെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നതെല്ലാം നല്ലത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുവാനുള്ളത് വാങ്ങുവാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുകയെല്ലാം ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അതിൻ്റെ പേരിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. ഈ വാരത്തിൽ നിങ്ങൾ രൗദ്രദേവതയായ ഭദ്ര, ദുർഗ, ചാമുണ്ടീശ്വരി എന്നിങ്ങനെയുള്ള ദേവിമാരെ പ്രാർത്ഥിക്കുക, പൂജിക്കുക, അവരുടെ നാമം ജപിക്കുകയെല്ലാം ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. കുംഭൻ രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന അവിട്ടം, ചതയം, പൂരുരുട്ടാതി ഈ നക്ഷത്രക്കാർക്കും ഈ വാരത്തിൽ നിങ്ങൾ സ്വപ്നം കണ്ട ജീവിതം നിങ്ങളുടെ കയ്യിൽ എത്തിച്ചേരുവാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ആഗ്രഹങ്ങളെല്ലാം നടത്തിയെടുക്കുവാൻ വേണ്ടിയും നിങ്ങൾ ആത്മാർത്ഥമായി തന്നെ പ്രവർത്തിക്കുകയും അതിനുവേണ്ടി നിങ്ങൾ ഓവറായിട്ട് വർക്ക് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിൽ നേട്ടം കൈവരിക്കുവാൻ സാധിക്കും. കൂടാതെ നിങ്ങൾക്ക് ധനപരമായ നേട്ടം ഉണ്ടാകുവാൻ സാധിക്കും, വിദ്യാർത്ഥികൾക്ക് നേട്ടമുണ്ടാകാൻ സാധിക്കും, വിദ്യാഭ്യാസപരമായി
മുന്നിലെത്തുവാൻ സാധിക്കും, മത്സരങ്ങളിൽ വിജയിക്കുവാൻ സാധിക്കും. ഇങ്ങനെയുള്ള ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയം തന്നെയാണ്. എന്നിരുന്നാലും സാമ്പത്തിക കാര്യങ്ങൾ വളരെ സൂക്ഷിക്കുക. നിങ്ങളുടെ സാമ്പത്തികം നഷ്ടപ്പെട്ടു പോകുവാനോ അല്ലെങ്കിൽ കളവ് പോകുവാനോ അല്ലെങ്കിൽ നിങ്ങൾ മറന്നു പോകുവാനോ എല്ലാം സാധ്യത വളരെ കൂടുതലായി കാണുന്നൊരു സമയമാണ്. അതായത് കള്ളന്മാരുടെ ശല്യം നിങ്ങളുടെ കൂടെ എപ്പോഴും തന്നെ ഉണ്ടായിരിക്കും. കൂടാതെ നിങ്ങളുടെ വിലപ്പെട്ട ഫയലുകളെല്ലാം ഓഫീസിൽ വെച്ച് മറക്കുക, അല്ലെങ്കിൽ അത് എവിടെയെങ്കിലും മറന്നു വയ്ക്കുകയോ അതുമല്ല എന്നുണ്ടെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു വാരത്തിൽ ഈ രാശിക്കാർ വളരെ സൂക്ഷ്മതയോടുകൂടി എല്ലാ രേഖകളും സൂക്ഷിക്കുക. നിങ്ങളുടെ സ്വർണം, പണം എന്നിവയെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക. ഇവ മോഷണം പോകാനുള്ള സാധ്യതയെല്ലാം വളരെ കൂടുതലായി കാണുന്നുണ്ട്. ഈ വാരത്തിൽ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ദേവിയുടെ നാമം ജപിക്കുകയും ദേവീ ക്ഷേത്ര ദർശനം നടത്തുകയും എല്ലാം ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. മീനം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി ഈ നക്ഷത്രക്കാർക്ക് നിങ്ങൾ വിദേശ ജോലിയിൽ പോകാൻ അല്ലെങ്കിൽ വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ തടസ്സങ്ങൾ വരുവാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ അതിനുവേണ്ടി ഇപ്പോൾ ചില ജോലികൾക്ക് വേണ്ടിയും അല്ലെങ്കിൽ അവിടുത്തെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുമെല്ലാം എക്സാം എഴുതുന്ന വിദ്യാർത്ഥികളുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ലെവലിൽ അല്ലെങ്കിൽ ആ പൂർണ്ണമായിട്ടുള്ള വിജയം കൈവരിക്കുവാൻ സാധ്യത വളരെ കുറവായി കാണുന്ന സമയമായതുകൊണ്ട് നിങ്ങൾ അതിനുവേണ്ടി ആത്മാർത്ഥമായി വർക്ക് ചെയ്യുക, പ്രവർത്തിക്കുക. അതല്ലെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ ഓവറായിട്ട് പഠിക്കുക, നല്ല രീതിയിൽ ട്രെയിനിങ് എല്ലാം ചെയ്തതിന് ശേഷം മാത്രം മുന്നോട്ട് പോവുക. അല്ലെങ്കിൽ ആ ഒരു കാരണം കൊണ്ട് നിങ്ങൾക്ക് പരാജയങ്ങൾ സംഭവിക്കാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന സമയം തന്നെയാണ്. അപ്പോൾ അവിടെ ജോലി ചെയ്യുന്ന വ്യക്തികൾക്കും ജോലി ഭാരം കൂടുതലായി വരിക, അല്ലെങ്കിൽ ജോലിയിൽ ബുദ്ധിമുട്ടുണ്ടാകുക, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് സമയത്ത് ടിക്കറ്റ് പോലും കിട്ടാത്ത ഒരവസ്ഥ എത്തിച്ചേരുന്ന സമയമാണ്. അതായത് വിദേശ സംബന്ധമായ കാര്യങ്ങളിലെല്ലാം ഒരു ചെറിയൊരു പരാജയം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും. മാനസികപരമായിട്ട് വളരെയധികം ദുഃഖങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടിയും ഒന്ന് തയ്യാറെടുക്കുക നല്ലത്. കാരണം മാനസിക ദുഃഖം മൂലം നിങ്ങൾക്ക്, അതായത് ഈ ഒരു പ്രശ്നങ്ങൾ മൂലം തന്നെയാണ് പല തടസ്സങ്ങൾ ജീവിതത്തിൽ ഇങ്ങനെ കടന്നു വരുമ്പോൾ നിങ്ങൾ പുറകിലോട്ട് പോവുകയും നിങ്ങളൊരു ദുഃഖമായ ഒരു അവസ്ഥയിലോട്ട് പോകുവാനും നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ സന്തോഷമില്ലാത്തൊരവസ്ഥയിൽ പോകാനും സാധ്യത കൂടുതലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു വാരത്തിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, അല്ലെങ്കിൽ കൃഷ്ണൻ കോവിൽ കൂടുതലും ശ്രീകൃഷ്ണസ്വാമിയെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അങ്ങനെ ശ്രീകൃഷ്ണസ്വാമിയെ പ്രാർത്ഥിക്കുകയും ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുകയും ഭഗവാനെ പൂജിക്കുകയും എല്ലാം ചെയ്ത് മുന്നോട്ട് പോയാൽ ഒരുപാട് നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൈവരിക്കുവാൻ സാധിക്കും.